ഹലോ കൂട്ടുകാരെ, ഫുട്ബോളൊക്കെ കഴിഞ്ഞ് ആരവാരങ്ങളൊക്കെ അടങ്ങി ഒരുപാട് ടീമുകൾ മാറ്റുരച്ചു. ഫൈനലിൽ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടി. നല്ല രീതിയിൽ കളിച്ച സ്പെയിന് കപ്പും കൊണ്ടുപോയി. ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായി വിവരമില്ല, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവനും അല്ല. എന്നാലും ഒരുപാട് ആളുകൾ, മനുഷ്യസ്നേഹികളായ, മനുഷ്യത്വത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുകയും ആഗ്രഹിച്ചതും പോലെ ഞാനൊരു മനുഷ്യനെന്ന നിലക്ക് ഞാനും ആഗ്രഹിച്ചു പോയി. അതായത് സ്പെയിൻ ജയിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. കാരണം മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുകയും മനുഷ്യത്വത്തെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയും ചെയ്ത ഇസ്രായേൽ, ഗസയിലെയും ഫലസ്തീനിലെയും നൂറുകണക്കിന് കുഞ്ഞോമന മക്കളെ നിഷ്കരുണം കൊന്നു തള്ളിയ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും അവരുടെ അക്രമങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു രാജ്യമാണ് അർജൻറ്റീന. അതുകൊണ്ട് തന്നെ ആ അർജൻറ്റീന ജയിക്കരുത് എന്നും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ച ധീരമായ നിലപാട് സ്വീകരിച്ച ഒരു ദേശമാണ്, ഒരു രാജ്യമാണ് സ്പെയിൻ. ഈ വേൾഡ് കപ്പിൽ അവർ യോഗ്യത നേടുകയും വേൾഡ് കപ്പിൽ അവരുണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആരും, മനുഷ്യരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും സ്പെയിന് തോൽക്കണമെന്ന് ആഗ്രഹിക്കുകയില്ല. ഇതിനർത്ഥം അർജൻറ്റീന ഫാൻസ്, അർജൻറ്റീനയെ സ്നേഹിച്ചവർ വലിയ വൻ തെറ്റാണ് ചെയ്തത് എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കേണ്ട. അർജൻറ്റീനയെ സ്നേഹിക്കുന്നവർ കളിയെ സ്നേഹിച്ചവരാണ്. ആ കളിയിൽ അർജൻറ്റീന ജയിക്കണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഏതായാലും സ്പെയിന് ജയിച്ചതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വലിയ സന്തോഷമുണ്ട്. ജയിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചതെന്ന് ഈ വീഡിയോ നമുക്ക് വ്യക്തമായി പഠിപ്പിക്കും. നമ്മളെപ്പോലെ ജനിക്കുകയും വളരുകയും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു ഗസയിലെ ആ പിഞ്ചോമന കുഞ്ഞുങ്ങൾ. അവരെ നിഷ്കരുണം, അവരുടെ നെഞ്ചുകളിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്ത് ഒരു കരുണയും കാണിക്കാത്ത ഈ നരാധമന്മാർ, പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്? വെറും ഇസ്ലാം മതത്തോടുള്ള ഒരു വിദ്വേഷത്തിൻ്റെ പേരിൽ മാത്രം അതൊക്കെ ആഘോഷിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർ ഒന്ന് ഓർക്കുക. നാളെ നമുക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ അവിടെ മതമോ ജാതിയോ ഒന്നും വേർതിരിക്കാത്ത നിലക്ക് ഏത് സന്ദർഭത്തിലും അത്തരം സാഹചര്യങ്ങൾ നമ്മയും തേടിയെത്താം എന്ന ബോധം നമുക്കുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു.